ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഓരോ ടൈപ്പ് വീഡിയോ ആണല്ലോ അത്. അപ്പോൾ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇൻഷാ അല്ലാ. പിന്നെ ഇതിപ്പം രാവിലെ ഒരു 6:15 ആയിട്ടുണ്ട്. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാക്കാമെന്ന് കേട്ടോ വിചാരിക്കണത്. മാവ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇസാനുദാ ഇന്ന് കാലത്ത് നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. നോർമലി ഇത് പതിവില്ലാത്തതാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ദോശയ്ക്ക് ഉരുളക്കിഴങ്ങ് ഭാജി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. ഇത് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ്, സവോള, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും മതിയാകും. ഇതെല്ലാം കൂടെ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു മാക്സിമം ഒരു 4-5 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. പിന്നെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ ദോശ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്കും ഇന്ന് ദോശ തന്നെയാണ് കൊടുത്തയക്കുന്നത്. അവർക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തയക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒറ്റ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും ഈസി ആയിട്ടും പിന്നെ അവർക്ക് കഴിക്കാൻ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ കുട്ടി കുട്ടി ദോശയായിട്ട് ഒഴിക്കുന്നുണ്ട്. അതാകുമ്പം കാണാനും അവർക്ക് കഴിക്കാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല താനും. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മാക്സിമം ഒരു 1-2 മിനിറ്റ് അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും. ചെറുതീയിലാണ് കേട്ടോ വയ്ക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഇവരുടെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കണം. പിന്നെ സ്നാക്കും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ചോറാണ് ആക്കുന്നതെങ്കിൽ, ഇവരുടെ ലഞ്ചിന് വേണ്ടി ആക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ തിരക്കായിരിക്കും കേട്ടോ മൊത്തത്തിലെ കാര്യങ്ങൾ. കാരണം ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ കൂടെ ചോറ്, അതിലേക്ക് വേണ്ട സൈഡ് ഡിഷ് അതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആകെ കൂടെ ഒരു തിരക്കും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഇന്ന് കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ഇന്ന് പൊതുവേ രണ്ടുപേർക്കും കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവരുടെ സ്കൂൾ ബസ് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരില്ല കേട്ടോ. നമ്മളെ മെയിൻ റോഡിലോട്ടാണ് വരുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടു ചെന്നാക്കണം. അപ്പോൾ അവിടേക്ക് നടക്കുമ്പോഴാണ് ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ കൊറേ ചവിട്ടി, ഇവിടുത്തെ 2-3 ചവിട്ടി, 10 ചവിട്ടി. ഇവർ പോകുന്ന സ്കൂൾ ബസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ നമ്മളുടെ അവിടെ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചധികം നേരം ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ബസ് പോകുന്നുള്ള ടെൻഷനൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് ചെന്നാക്കി ഞാനിതാ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. ഇനിയിപ്പം ഇതാ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കണം. അപ്പം ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഇവിടെ അടുപ്പത്ത് തന്നെയാണ് വെക്കലുള്ളത്. ബാക്കി എല്ലാ ഐറ്റംസും ഗ്യാസിലാണ് കേട്ടോ വെക്കലുള്ളത്. ഇന്നിപ്പം കറിക്കും ഉപ്പേരിക്കൊക്കെ നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങ അത്യാവശ്യത്തിന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം മുരിങ്ങയില തോരനാണ്. അത് ഉമ്മ തലേ ദിവസം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പണി എളുപ്പം കഴിഞ്ഞു. ഞാനെപ്പോഴും ആദ്യം ചെയ്യലുള്ളത് എന്ന് വെച്ചാൽ കറിക്ക് മുന്നേ തന്നെ വെക്കുന്നത് ഉപ്പേരിയാണ്. അതങ്ങ് കഴിഞ്ഞാൽ എനിക്ക് ഏതോ ഒരു ഭാരമുള്ള പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ ഒരു ഫീലിങ്. ഇതുപോലെ എത്ര പേർക്ക് ഉണ്ടെന്നറിയില്ല. ഉപ്പേരി ആദ്യം തന്നെ വെക്കാൻ എനിക്ക് ഭയങ്കര ധൃതിയാണ് കേട്ടോ. അതെപ്പോഴും ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന ടാസ്ക്കാണ്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ മോര് കറിക്കുള്ള കഷ്ണം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വേണ്ട അരപ്പൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈരും പിന്നെ തേങ്ങ, ചെറിയുള്ളി, നല്ല ജീരകം, നോർമലി നമ്മൾ വെക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. അത്രയും ചേർത്ത് അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതിലോട്ട് ഇത് ഒഴിച്ച് ചേർക്കും. എന്നിട്ട് ഒരു തിള വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മീനൊന്ന് കായം പുരട്ടിയെടുക്കാനുണ്ട്, പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്യാനും.
അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് ആക്ച്വലി വളരെ ഈസി ആയിട്ട് കഴിയുന്ന പോലെ തോന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് കുക്കിംഗ് അല്ല ടാസ്ക്. കുക്കിങ്ങിനേക്കാളും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതിനോട് അനുബന്ധിച്ചുള്ള ക്ലീനിങ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈവൻ ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ടായിരിക്കും. പിന്നെ നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തും ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ വിഭവങ്ങളുടെ എണ്ണം കൂടുന്തോറും അത്രയ്ക്കധികം ക്ലീനിങ്ങും അതിനോട് ബന്ധപ്പെട്ടിട്ട് വരും. എനിക്കതാണ് കേട്ടോ ആക്ച്വലി കൂടുതൽ ടാസ്ക്കായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാ ചേരുവകളും നിരത്തി വെച്ച് നമ്മൾ കുക്കറി ഷോയിൽ കാണുന്നത് പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിലെടുത്ത് കുക്ക് ചെയ്യുക എന്നുള്ളത്, ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അതിൽ കാണുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് പണികൾ തീരുന്നത് പോലെ തോന്നും. അപ്പോൾ ഇത് ചെയ്യുന്നവർക്കറിയാം ഇതിനോട് അടുപ്പിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ അപ്പോൾ ആ പണികളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചോറൊന്ന് വാർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. എൻ്റെ സാറി കിച്ചൺ ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു ഫീലിംഗ് അത് എത്രമാത്രം സാറ്റിസ്ഫൈങ് ആണ് എനിക്കേ അറിയാം, അല്ല ലേഡീസിന് എന്തായാലും അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ കാര്യമാണ്. എൻ്റെ ഐറ്റംസ് ഇന്നത്തെ ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യുക എന്നുള്ളതാണ്. മാഷാ അല്ലാ ഇന്ന് തിരക്കേടില്ലാത്ത ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് വേർട്ടിക്കലി എടുത്തതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവായിട്ട് തോന്നാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്സ് ആവശ്യമുള്ളവർ നമ്മുടെ പേജിൻ്റെ ഇൻസ്റ്റാ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ്സ് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഓർഡർ ആക്കുക കേട്ടോ. വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുള്ളൂ. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. വാട്സപ്പിലായിരിക്കും ഓർഡർ എടുക്കുന്നത്. അതിലാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. എൻ്റെ കുട്ടീസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് ഓൺ ദ വേ ബാക്ക് ടു ഹോമാണ്. അവരെ വിളിച്ചുകൊണ്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു, നിസ്കാരം കഴിഞ്ഞു. ഇനി എൻ്റേതായിട്ടുള്ള കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിലൊന്നാണ് 2-3 ദിവസമായിട്ട് കൂടിക്കിടക്കുന്ന ഈ ഡ്രസ്സ് ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. ഇത് എനിക്ക് കുറച്ച് മെനക്കെട്ടുള്ള പരിപാടിയാണ്. ഞാൻ ഈ ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ എന്നെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഐറ്റംസിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് നിവർത്തിയെടുക്കണം. എന്നിട്ട് വീണ്ടും അത് പഴയ പോലെ ആക്കിയിട്ട് നല്ല വൃത്തിക്ക് തന്നെ ഫോൾഡ് ചെയ്തിട്ട് പഴയ പോലെ പാക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അതിനെന്തായാലും ഇൻഷാ അല്ലാ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എനിക്കത് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ ഈ മടക്കി വയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസം കൂടി കിടന്നിട്ടാണ് മിക്കപ്പോഴും ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വയ്ക്കലുള്ളത്. എന്തായാലും വയ്ക്കുന്ന സമയത്ത് അത് വലിയ തിരക്കേടില്ലാതെ തന്നെ നീറ്റായിട്ട് വയ്ക്കും കേട്ടോ. അതിന് ഇനീഷ്യേറ്റീവ് എടുക്കാൻ എനിക്കെന്തായാലും കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അതുവരേക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർഹമാനിർ റഹീം മാലിക് യൗമിദ്ദീൻ നമ്മൾ പഠിക്കട്ടെ.